ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா மறுபடியும் இன்னொரு மலையாள மூவி அதுக்கான போல். ஸோ இந்த வீக் என்னென்ன மூவிஸ்னால் எல்லா வாட்டியும் இந்த 1000th டைம் 667th எல்லாம் போட்ட கமெண்ட்ஸ்லேருந்து எடுத்த மூவிஸ் தான் இந்த வாட்டி எடுத்திருக்கோம். ஸோ அந்த 4 மூவிஸ் என்னென்னா வெட்டா, குறிஞ்சி, மரியம் ஜோஸ், ஏமன், உரிமை. ஸோ இதில் வந்து ஜெயிச்ச படம் வந்து ரொம்ப கொஞ்சம் வாஸ்ட்டாக தான் போயிருக்கு போல. எல்லாம் ஓகே தான் அண்ட் ஆல்சோ வந்து இவரோட படம் நம்ம லாஸ்ட் வீக் வந்து பார்த்தோம். ஸோ ஜெயிச்சா தொடர்ந்து 2 வாரம் அவங்க படமாக பார்த்துன்னு இன்னைக்கு நம்ம இந்த போலில் ஜெயிச்ச படம் வந்து உரிமை. எஸ், நிறைய டைம் கமெண்ட்ல வந்துக்குது. நான் கமெண்ட் படிக்க மாட்டேன், நானே நிறைய டைம் பார்த்துக்கிறேன். ஆமாம், உரிமை. அப்புறம் இன்னொரு படமும் சொன்னாங்க, அது நம்ம பார்ப்போம். இன்னும் நான் பார்ப்போம். ஸோ வந்து உரிமை இந்த படத்தோட டைரக்டர் சந்தோஷ் சிவன். இவர் வந்து ஃபேமஸான சினிமாட்டோகிராஃபர் சந்தோஷ் சிவன். ஸோ ரிட்டன் பை சங்கர் ராமகிருஷ்ணன். இந்த படத்தோட காஸ்டிங் யாரு அப்படின்னு பார்த்தீங்கன்னா போல பிருத்திவிராஜ் குமாரன், ஆர்யா, பிரபுதேவா, ஜெனிலியா டிசோர். ஒரு பயங்கரமான காஸ்ட் போலியே. வித்யா பாலன், நித்யா மேனன், ஜெகதீஷ் ஸ்ரீகுமார். ஓ யார் தெரியுதா? தேவதூதன்ல அந்த இது பாஸ்டர் மாதிரி ஒருத்தர், எலக்ட்ரிஷியன் மாதிரி வந்து. ஆமா, ஜெகதீஷ் பயங்கரமான காஸ்ட். எனக்கு தெரிஞ்சு அப்பவே பேன் இண்டியா போயிருக்காங்க நினைக்கிறேன். வித்யா பாலன்லாம் இருக்காங்க. பிரபுதேவாக்கும் ஜெனிலியாக்கும் டெபியூட் மலையாளம். ஓ ஓகே. ஆர்யாக்கும் நினைக்கிறேன். ஆமா. ஸோ நிறைய பேர் இருக்காங்க. ஸோ இந்த படத்தை வந்து ஆன்லைன் என்னன்னு பார்த்தீங்கன்னா இந்த டைட்டில் தெரிஞ்சு வாரியர் ஹூ வாண்டட் டு கில் வாஸ்கோ ட காமா. மேபி போர்ச்சுகீஸ் இன்வேஷன் அப்போ நடந்த கதை போல ஒரு ஹிஸ்டாரிக் மூவி. ஸோ இது அந்த படத்தோட காஸ்டிங். ஆண்ட்ரே அதுக்கப்புறம் நம்ம உரிமை ரியாக்ஷன். മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞിട്ട് കേരളമുണ്ടായി എന്നൊക്കെ നാം പുരാണം പറയുമെങ്കിലും വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസ് കപ്പലോട്ടക്കാരൻ്റെ കണ്ടെത്തൽ എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ പടിഞ്ഞാറൻ ലോകം തൊട്ടറിയുന്നത്. 1498 ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തുക അത്യന്തം സാഹസ്യമായിരുന്ന കാലത്ത് അയാളുടെ ചേട്ടൻ പൗലോ ഡാഗാമയെയും നിക്കോളാവു, ഗോൺസാലോ എന്നീ വിശ്വസ്തരെയും കൂട്ടി മാനുവൽ രാജാവിൻ്റെ അനുഗ്രഹത്തോടെ 4 കപ്പലിൽ യാത്ര തുടങ്ങി. അതിലായിരുന്നു ഗാമയുടെയും കണ്ണ്. അന്നുള്ളതിനേക്കാൾ 3 ഇരട്ടി വില കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. പക്ഷേ നടപ്പ് വ്യവസ്ഥകൾ വിട്ടുള്ള കച്ചവടത്തിൽ സാമൂതിരി താല്പര്യം കാണിച്ചില്ല. തന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ സന്തോഷമില്ലാതെയാണ്. അയാളുടെ ജന്മദേശത്ത് ലിസ്ബണിൽ ആഘോഷങ്ങൾ പൊടി പൊടിച്ചു. വരും തലമുറയ്ക്ക് മുന്നിൽ സമ്പത്തിന്റെ ഒരു വലിയ കടൽമാർഗം കണ്ടുപിടിച്ചു. അയാളെ നായകനാക്കി മഹാകാവ്യം എഴുതപ്പെട്ടു. ഒരു പിടി കുരുമുളകിൽ മാറി മറിഞ്ഞത് നമ്മുടെ നാടിന്റെ ഭാവിയായിരുന്നു. ഈ എളിയ ചലച്ചിത്ര സഞ്ചാരം തുടങ്ങുന്നത് സ്വന്തം ചരിത്രത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഭൂതകാലത്തിന് കൗതുകകരമായ ഒരു ആവർത്തന സ്വഭാവമുണ്ടെന്ന് തീരെ വിശ്വസിക്കാത്ത 2 ചെറുപ്പക്കാരിൽ നിന്നുമാണ്. കൃഷ്ണദാസ് എന്ന കേടി, തൻസീർ എന്ന ടാസൽ. பீராடிக்கல் Hi. Closed. Daisy Dakuner. നിർവാണ എന്ന നാച്ചുറൽ ഔട്ട്സോഴ്സിംഗ് കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ ഹെഡാണ് ഞാൻ. കേരളത്തിലുള്ള കെ ഡിയുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി
അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരു സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉണ്ട്. കേരളത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒന്നും ഇല്ലല്ലോ. കൃഷ്ണദാസിന് കണ്ണാടി ഫോറസ്റ്റ് റേഞ്ചിൽ ഒരു ട്രൈബൽ സ്കൂളൊക്കെ നടത്തുന്ന ആ പ്രോപ്പർട്ടി എന്റെ അമ്മയുടെ തറവാട് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആർക്കൊക്കെയോ വിറ്റത് ആരാണ്ടൊക്കെ കൊണ്ടുപോയി. എന്നാൽ അത് ആരും കൊണ്ടുപോയിട്ടില്ല. ആ പ്രോപ്പർട്ടി നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഹൈനസ് രവി വർമ്മ രാജ ലീസ് ഔട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ആ ലീസ് പീരിയഡ് എക്സ്പയറി ആയി. ആൻഡ് മിസ്റ്റർ കൃഷ്ണദാസ് ആസ് ദ ലാസ്റ്റ് റോയൽ എയർ നിങ്ങളാണ് ആ പ്രോപ്പർട്ടിയുടെ സോൾ ഓണർ. തിരിച്ചുവരവിന്റെ ഒരു നൊസ്റ്റാൾജിയോ ഹോം കമ്മിങ്ങിന്റെ ഒരു ഫീലിങ്സോ ഒന്നും അടിക്കുന്നില്ല ടാർസ. ഇതിപ്പോ നോക്കി നടത്തുന്ന ആ എൻജിഒക്കാരി ആള് കുറച്ച് ടഫാണ്. കഥനകഥകൾ പലതും പറയും. കാര്യങ്ങൾ തീരുമാനമായി നമ്മൾ ഉറപ്പിച്ച് പറയണം. ഡാ ചോദിക്കട്ടെ, നിങ്ങളുടെ ടീച്ചർ മാഡം മാഡം മാം മാഡം അത് കൊണ്ടുവന്നോ? അത് കൊണ്ടുവന്നോ? ഏത് ഫിഗർ സൂപ്പർ അല്ല? പേടിച്ചു പോയോ കൃഷ്ണദാസ്? അതെ കൃഷ്ണദാസ്. ഭൂമി, അതാണ് എൻ്റെ പേര്. നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയുടെ വിൽപ്പന എന്നതിലുപരി there is a social issue involved here. അത്രയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. ചിന്തിക്കണം. യഥാർത്ഥ ചിത്രം നിങ്ങൾ അറിയണം. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന MLA രവീന്ദ്ര കൈമൾ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ നെക്സസിന് പിന്നിൽ ഒരു ഇന്റർനാഷണൽ മൈനിങ് കോർപ്പറേഷനാണ്. എനിക്കറിയാം, നിർവാണ അവരെന്നെയും ഒന്ന് കണ്ടിരുന്നു. സോ ഈ ലൊക്കാലിറ്റിയിൽ മൈനിങ് തുടങ്ങിയാൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഹസാർഡ്സിനെ പറ്റി നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലേ? ഇല്ല. എന്നാൽ മിസ്റ്റർ കൃഷ്ണദാസ്, ഈ സെയിൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ അമ്മ, ഞങ്ങളുടെ പേട്രൺ ലേറ്റ് ചന്ദ്രമണി തമ്പുരാട്ടിയുടെ തീരുമാനപ്രകാരം 2 സിഗ്നറ്ററീസ് വേണം. അതാര്? കാശ് കൊടുത്താൽ ഒതുങ്ങാത്ത ബന്ധുക്കൾ ലോകത്ത് ആർക്കുമില്ല. കാശ് എന്തെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത ഒരാളാ. ഈ കുട്ടിയുടെ അമ്മയുടെ മരണത്തിന് ശേഷം തമ്പുരാട്ടി തൻ്റെ സമയത്തിൻ്റെ വലിയൊരു പങ്കും മാറ്റിവെച്ചത് ഇവൾക്ക് വേണ്ടിയായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ താക്കോൽ എൻ്റെ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ സ്കൂൾ മാത്രമല്ല, ഈ കുട്ടിയുടെ ചുമതല കൂടിയായിരുന്നു കൈമാറി. തമ്പുരാട്ടി ഈ കുട്ടിയെ ഈ പ്രോപ്പർട്ടിയുടെ അവകാശത്തിൻ്റെ ഒരു നോമിനിയാക്കിയത് ഇന്ന് സംഭവിക്കുന്നത് പോലെന്തോ മുൻകൂട്ടി കണ്ടിട്ടാവണം. ഇൻ എ വേ ഷീസ് പ്രൊട്ടക്റ്റിംഗ് അസ്. സി മിസ്റ്റർ കൃഷ്ണദാസ്, നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ ലീസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതിൽ നിന്നും നിങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. ഇനി ഈ കുട്ടിയുടെ കാര്യമാണ് ബോധർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട കടലാസിൽ അവളുടെ തമ്പും ബ്രഷ് അത് ചോദിക്കേണ്ടതേ ഉള്ളൂ. പറ്റില്ല എന്ന് പറയാനോ മറിച്ചൊരു തീരുമാനമെടുക്കാനോ അവൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ ഈ കാണുന്ന സ്കൂൾ ഉൾപ്പെടെ 100ഓളം ആദിവാസി കുടുംബങ്ങൾ അവരുടെ നാടെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ഉടച്ചു മാറ്റാൻ പോകുന്നത്. ആ തീരുമാനം അവരെ അറിയിക്കുക എന്ന കടമയെങ്കിലും നിങ്ങൾ ചെയ്യണം. യു ഷുഡ് ഗോ മീറ്റ് ദം. പിന്നെ ഇനി കാട്ടിൽ പോയിട്ട് അവരെ കാണാൻ പോകുന്നില്ലേ? ஷோபின் அது நீ எப்போ புள்ள சொல்லு. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ನನ್ನ ಆಯುಸ್ತಂತ ಕಾಕನೇ. അതിമോഹമാണ് ടാർസ എന്നെ കൊണ്ട് കല്ല് മുള്ളും ചവിട്ടിക്കുന്നത്. മിസ്റ്റർ തണ്ടച്ചൻ. ஆதியாவா? அவனே வந்துட்டேன். இதே மாதிரி கேட்டு റാണി മാത്രമേ ശേഷിച്ചുള്ളൂ. പക്ഷെ അവൾ ഒന്നു മതി വിട്ടുപോയവര് തിരിച്ചെത്താൻ. തണ്ടച്ചനാണോ? ഇവിടെ ചോദ്യങ്ങൾ അങ്ങോട്ടുള്ളതല്ലേ. നീ ആരാണെന്ന് നിനക്കറിയാമോ? കൃഷ്ണദാസ്. ഐഡി ചോദിക്കരുത്. അത് വെളിയിൽ തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്ന ചേട്ടന്മാര് കൊണ്ടുപോയി. വിറ്റ് തൊലയ്ക്ക് മുമ്പ് ഒരു പിടി മണ്ണ് കയ്യിൽ വെച്ച് ചിന്തിക്കേ നീ ആരെന്ന്. പൊന്നും പണവും തന്ന് മുളക് വാങ്ങാൻ വന്ന പറങ്കികൾ നാട് മുടിക്കാൻ മുടിവെടുത്ത് കടലടിഞ്ഞ നാൾ നിന്റെ പൂർവികൻ കേളു നായനാർക്ക് വയസ്സ് 8. ഇവിടെയും മണ്ണിൽ ആളുണ്ടായിരുന്നു.
விட்டுட்டு வரணும். என்ன ஒரு லெஜெண்டா? സോമോടി ൂട്ടുകാട്ടാൻ ഇറങ്ങുമ്പോ ആളുകളോട് പറയണം ഇത് ചിറക്കല്. ഞാൻ പൃഥ്വിരാജ് ബ്രദർ സോങ് എടുக்கிறோம். മണ്ണിന്റെ മതിപ്പ് കെട്ടാനാണോടാ? വായ്സ് കുത്തുള്ള പെണ്ണിനെയും പിഞ്ചിനെയും ഒരു കാലവും നോവിക്കരുത്. അത് ഈ നാട്ടിലെ ഓരോ ആൺപിറന്നവന്റെയും ഉറപ്പാ. സമ്പത്തിലേക്കുള്ള വഴി നമ്മുടെ നാട്ടിലേക്കുള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച വാസ്കോ രണ്ടാമതും വന്നു. ഇത്തവണ ഭിക്ഷ ചോദിച്ചല്ല, യുദ്ധം ആഗ്രഹിച്ച്. അവർ ഏഴിമലയ്ക്കടുത്ത് തമ്പടിച്ചു. പക്ഷെ കഷ്ടകാലത്തിന് അവരുടെ മുന്നിൽ ആദ്യം അകപ്പെട്ടത് മെക്കയിൽ നിന്നും പുണ്യദർശനം കഴിഞ്ഞു വരുന്ന ഒരു ഹജ്ജ് കപ്പലായിരുന്നു. വാസ്കോ അതിന് പിടികൂടി. ഖ്വാജ കാസിം എന്ന കോഴിക്കോടൻ കച്ചവടക്കാരൻ്റെ അനുജൻ അൽപ്പക്കയുടെ കപ്പലിൽ 400-ലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. 4 കപ്പൽ നിറയെ മുളക്, അത്ര തന്നെ സ്വർണം. അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വാസ്കോ വഴങ്ങിയില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് സംഭവിച്ച അപായത്തിൽ നാടുവാഴുന്നവർ രോഷം കൊണ്ടു. ദുബാഷയെ കൊണ്ട് കത്തെഴുതിക്ക്. പറങ്കി കപ്പലിലേക്ക് ബ്രാഹ്മണനും മകനും യാത്രയാകട്ടെ. നിരായുധനായി സ്വന്തം മകനെയും കൂട്ടി വരുന്ന അച്ഛനെ അവർ ദ്രോഹിക്കില്ല. ഞാൻ തയ്യാറാണ് തമ്പുരാൻ. എന്റെ ഉണ്ണിയെ കൊലക്കൊടുക്കാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കർമ്മം ചെയ്യാൻ പുത്രൻ അവനൊന്നേ എനിക്കുള്ളൂ. കഥയും കാര്യവും പറഞ്ഞിരിക്കാനുള്ള നേരമല്ല ഇത്. സഭ കൂടി പിരിയുമ്പോഴേക്കും 400 ജീവനുള്ള രക്ഷയാണ് അപകടത്തിലാവുന്നത്. അമ്മക്കൈയും അച്ഛൻ കൈയും നെറുകിലുണ്ട്. ഒരു ശത്രുവിന് മുന്നിലും തലകുനിക്കരുത്. ഇത് ധർമ്മം. ഞാൻ കൂടെ എത്തും. അച്ഛൻ്റെ വാക്ക്. കരയിൽ അവരുടെ തിരിച്ചുവരവിനായി ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തുനിന്നു. സാമൂതിരിയെയും കോലത്തിരിയെയും കപ്പൽ തട്ടിൽ അനുരഞ്ജന ചർച്ചയ്ക്ക് പ്രതീക്ഷിച്ച വാസ്കോ അപേക്ഷയുമായി വന്നവരെ തികഞ്ഞ അവജ്ഞയോടെയാണ് സ്വീകരിച്ചത്. വെറിപൂണ്ടു നിൽക്കുന്ന വിദേശിക്ക് മുന്നിൽ വിചിത്രമായ നാട്ടാചാരങ്ങൾക്ക് എന്ത് പ്രസക്തി? ആ കുട്ടിയുടെ കണ്ണുകളിൽ വാസ്കോ കണ്ടു അഭിമാനം അടിയറവ് വയ്ക്കാത്ത ഒരു ജനതയെ. ഇന്നത്തെ സൂര്യനൊപ്പം ആ പറങ്കി കപ്പലും ഈ കടലിൽ താഴണം. നാളെ ഉദിക്കാൻ വാസ്കോയുടെ അഹങ്കാരം ബാക്കിയുണ്ടാവരുത്. കുത്തുവാളിന്റെ മോന്റെ വക ഒരു ഇല കൂടെ വെക്കാം. അന്നം തന്ന നാടിന്റെ മുഖം കെടുത്താൻ നിനക്കൊക്കെ ഇന്ന് ഹരം. ചേണിച്ചേരി പഠിപ്പിച്ച വേദം മറക്ക്. വേണ്ട, വേണമെന്നുള്ളവൻ ആ പേര് നീ ഓർമ്മിച്ചു വെക്കേ. ചേണിച്ചേരി കുറുപ്പ്. അവനെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. അവനെ ഒന്നും ചെയ്യരുത്. അവനൊരു കുട്ടിയല്ലേ. സമാധാനം സംസാരിക്കാമെന്ന് ഞങ്ങളോട് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ആയുസ്സിനും സമാധാനത്തിനും വേണ്ടി തന്മുന്നിൽ കെഞ്ചിയ സാധുവിന്റെ നാക്ക് മാറ്റി. അനുസരണ കാട്ടാത്ത കാവൽപ്പട്ടിയുടെ ചെവി അപേക്ഷിക്കാൻ വന്നവന്റെ തലയിൽ തുന്നിച്ചേർത്തു. ലോകം മഹാനെന്ന് വാഴ്ത്തുന്ന നാവികൻ. அது எப்பதான் கண்டுபிடிக்கிறியா நீ? ஆரியாவை கூப்பிட்டாங்க. இவரு பையன் பிறகு பையன் ஆரியா மாதிரி போறா. നീ ബാഹുബലി. തങ്ങളുടെ ആയുസ്സിന് പകരം കൊടുക്കാൻ ഊരിവെച്ച അവരുടെ സമ്പാദ്യം, ഉടപ്പിറപ്പുകളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഉടലിലിട്ട പൊന്ന് അവരവന് കൊടുത്തു. വിറയ്ക്കുന്ന കയ്യിലല്ല, തിളയ്ക്കുന്നുള്ളിലാണ് അവനത് വാങ്ങിവെച്ചത്. തണുപ്പും വിശപ്പും തളർത്തിയ കേളുവിനെ അവന്റെ വവ്വാലി കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ്.
കഷ്ടപ്പെടുന്നവനോട് ഏതൊരു തമിഴനും കാണിക്കുന്ന അൻപ് അത് ഉൾക്കൊണ്ട് അവൻ വളർന്നു. ഉറച്ചുപോയ പകയുടെ ലോകം അവൻ ഒരു ആയുധത്തിലേക്ക് ഒരുക്കി ഇറക്കി. ഇരുമ്പിന്റെ കനമല്ല, ഉറുമിക്ക് വേണ്ടത് നിന്റെ ഒരു തുള്ളി ഉയരാണ്. കൊച്ചി മുതൽ കൊങ്കണം വരെ പറങ്കിയുടെ സാമ്രാജ്യം വളർന്നു. അതിനെ തടയാൻ ആത്മാവിൽ അഗ്നിയുള്ളൊരു പൊന്നുറുമി അവന് മുന്നിൽ ജീവൻ വെച്ചു. ഏതായുധത്തിനും വേണം ആ ഉൾക്കരുത്ത്. അവന്റെ ഒപ്പം എന്നും ഉണ്ടായിരുന്നു അച്ഛന്റെ വാക്ക്. യോദ്ധാവിന്റെ കൈയിനോടല്ല, ഉറുമിയോന്റെ ഉള്ളിനോടാണ് ഇണങ്ങേണ്ടത്. പരീക്ഷകളുടെ വെയിലത്ത് കേളു വളർന്നു. അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, വാസ്കോ പറങ്കിയുടെ കുരുതി. ഇരമൃഗങ്ങൾ ഉന്നം നൽകിയ കളരിയിൽ വേട്ടയ്ക്കൊരു മകൻ ചൂടുന്നു. പെണ്ണിനെയും പിഞ്ചിനെയും നോവിക്കരുതെന്ന് ആയുധം തന്ന പറഞ്ഞു പഠിപ്പിച്ചത് ഏഷ്യനും കൂടിയായ അച്ഛൻ. ആ വാക്ക് തെറ്റിച്ച് കുരുത്തക്കേട് കാണിക്കണ്ട. അപ്പൊ എന്റെ അത്താളം മുടക്കരുതെന്ന് ഉമ്മ പറഞ്ഞ വാക്കിന് വിലയില്ലല്ലേ? ചങ്കായി പറഞ്ഞു ശരിയാ, അല്ലല്ലോ ജീവനുണ്ട്. വിശപ്പ് കൂടെ ഉണ്ടെങ്കിൽ എത്തേണ്ട അടുത്ത് പെട്ടെന്ന് എത്തും. என்னடா இது? எல்லாரும் எப்படி இருப்பாங்க அதுக்கு? ആ നടുക്ക് നിൽക്കുന്നവൾ ചിറക്കൽ ബാല. കൈകാല് പിടിച്ചുകെട്ടി ജീവനോടെ വേണം അവളെ മാത്രം. നാവാട്ടം നിർത്തി പറഞ്ഞ വാക്കിന്റെ ചുണ കാട്ട്. നീ പറഞ്ഞത് ശരി, ഞാൻ ചിറക്കൽ ബാല. എന്നെ പിടിച്ചു കെട്ടുന്നത് പോയിട്ട് എന്റെ അകമ്പടി പെണ്ണിന്റെ മുടിയിലെ ഒരു പൂവെങ്കിലും തൊടാൻ പറ്റുമെന്ന് നീ നോക്ക്. പോയി അഹങ്കാരി ഒരു പാഠം പഠിപ്പിക്കാം. ஷீல்டு என்ன இரும்பில் பண்ணிக்கிறாங்களா இல்லை? நான் முதல்ல ரீலோட பண்ணுறோம். ரெண்டு பேரும் சாப்பிட்றோம். பிரபுதேவா கரெக்ட் பண்ணிட்டாரு. சென்னையில் இருக்குல்ல, இன்னும் சென்னையில் இருக்குல்ல, இவர் கரெக்ட் பண்ணு. ஆனால் இவர் மொபிலிட்டி தான் கொஞ்சம் ஸ்லோவாக இருக்குது. ஆனால் ஒன்று நோட்டீஸ் பண்ண கன்று சுடும்போது குதிரைலாம் மிரளிச்சு பார்த்தியா? அதான் சாப்பிட்டு கோழி போயிட்டு ட்ரெஸ்ஸாக போட்டு. പാതിബലം തന്ന പെറ്റമ്മയുടെയും
ദേഹബലം തന്ന തട്ടകത്തിൻ്റെയും നേരെ ചൂണ്ടിയ പറങ്കിപ്പുണ്ണ് പിടിച്ച ആയുധം തന്നവനുള്ള കൊലച്ചോറ് തയ്യാറാണെന്ന് ചെന്ന് പറ നിന്റെ മേലാവിനോട്. தபுவா இது டப்புன்னு பேர் மாறி. அப்போ பேன் இண்டியா பண்ணிக்கிறீங்க. டப்பு இந்த ஒரு பாட்டுக்கு மட்டும்தான் டூ பேட். ஐட்டம் சாங் தான் வந்துருக்குங்க. டூ 2010 கண்டிப்பாக ஃபிலிமில் தான் எடுத்துருப்பாங்க. ரொம்ப கஷ்டம்டா. മുക്കാലി കെട്ടി ഭാനുവിക്രമന്റെ ചാട്ടവാറ കൊണ്ട് പൊളിക്കടാ ഇവന്റെ പുറന്തോല്. പൊന്നാറമുത്തേ കിളിയെ നൊസക്കാട്ടില്ലേ? ടൈറന്റ് ട്രെയിലർ മണ്ണും പൊന്നും കാത്തു രക്ഷിപ്പവൻ என்ன பண்ண இருக்க ചോപ്സ്റ്റിക്സ് ടൈപ്പ് பண்ணுங்க. മകനെയല്ല മകളെ വാഴിക്കണം രാജ്യത്ത്, അല്ലെങ്കിൽ ആപത്ത് എന്ന് കണിയാൻ പറഞ്ഞത് കേട്ട് ഭയന്ന തമ്പുരാന് ഒരേ ഒരു ആത്മബന്ധം. ചേണിച്ചേരി കുറുപ്പ്, 12 ഭാഷകളിൽ പണ്ഡിതൻ, പറങ്കികളുടെ ശക്തമായ പിന്തുണയുള്ളവൻ. വാസ്കോ തൻ്റെയൊപ്പം നാട്ടിലേക്ക് കൊണ്ടുപോയ മന്ത്രിമാരിൽ ജീവനോടെ തിരിച്ചുവിട്ടത് ഇയാളെ മാത്രം. അതിനും കാരണങ്ങളുണ്ട് കഥയിൽ. ചിറക്കല ചരക്ക് നല്ലതാണെന്ന് നിശ്ചയമില്ലെന്ന് ലേ ശാന്ത ഈ അസംഗതം നീ ഞങ്ങളെ പറ്റിക്കാൻ വന്നാണോ? കണ്ണന്നൂരിനോട് ദുർമുഖം കെട്ടാൻ സിംഹളത്തു നിന്നും ബംഗാളത്തു നിന്നും വന്ന പുതിയ പങ്ക് വെച്ചോടക്കാൻ നിനക്ക് എന്ത് തന്നു? നിന്റെ സുൽത്താൻ ഇസ്മാലിക്ക് ദുർബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന മമുലുക്കന്മാരുടെ റൂമികളെയും ഈ ചേണിച്ചേരി കുറുപ്പിനെ നേരിട്ടറിയാം. മുന്നിൽ കണ്ടാൽ കുടുംബം പറഞ്ഞ് പേര് വിളിക്കുന്ന പരിചയമുണ്ട്. നീയൊക്കെ നേർ കച്ചവടത്തിന് പായി പിരിച്ച് വന്നതോ അതോ ചതിപ്പും ഗറുവുമായി തുലയാൻ വന്നതാണോ? മാലിദ്വീപിൽ നിന്ന് പടിയിറക്കിയില്ലേ മമ്മാലിയെ? പറങ്കി തരാമെന്ന് പറഞ്ഞ ഒന്നും തരാതിരുന്നിട്ടില്ല. തരും തരും, തന്നതൊക്കെ കണ്ടു. കോലത്ത് നാട്ടിലെ മന്ത്രിയുടെ പിടിപ്പേട് കൊണ്ട് കോലത്തിരിക്ക് കുപ്പ എനിക്ക് താമ്പൂലം. മുത്തശ്ശിമരം തൊഴാൻ പോയ ചിറക്കലെ കൂട്ടത്തെ കൊല്ലാൻ വന്ന് പിഴച്ചു പോയവർ തൂരക്കടവിൽ കുന്തക്കാരെ വച്ച് ഞാൻ കുടുക്കി. കൊന്നിട്ടവരെ പച്ചോല പൊതിഞ്ഞെത്തിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ തമ്പുരാനെ? വളർന്നു പൊങ്ങും തോറും നിനക്കൊരു നീലനിറം കൂടുന്നുണ്ടല്ലോ ഭാനു. കടലിൽ അങ്ങോട്ട് പാലം കെട്ടി ഗാമിയെ എഴുന്നള്ളിച്ച് മുൻഗാമിയെ നമിക്കണം. പറങ്കി ഇന്ന് ആയുധം വയ്ക്കുന്നു. 6 മുതൽ 6 വരെ പടമുട്ടുന്ന നാട്ടുപഴക്കം മറന്നത് തെറ്റ് തന്നെ. പെണ്ണിനെ കൊല്ലാൻ ആളയച്ചത് പറങ്കിയാവാൻ തരമില്ല തമ്പുരാൻ. ഈ ഒരു ബലിഹസന്റെ തന്നെ അറക്കല ബലിഹസൻ. കോലത്തെ പെണ്ണിന്റെ നേരെയോ അറക്കലെ അഹമ്മദി അത്രയ്ക്കായോ കുടുംബം മുടിച്ചോരെ? ഇറവെള്ളത്തിൽ മുക്കിയലികളെ അല്ലെങ്കിൽ വേണ്ട തിളച്ചെണ്ണയിലേറി വേണ്ട കുട്ടിൽ ഇടഞ്ഞ ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലേ കൊണ്ടുവാ കൊമ്പനെ. കോലോത്ത് പെണ്ണുങ്ങൾ സഭയിൽ എഴുന്നള്ളി പഴക്കമില്ല. രക്ഷിച്ചവരെ ശിക്ഷിച്ചാണോ പഴക്കം? അഹമ്മദ് കാണിച്ചവനെ തിരുമ്പിൽ എത്തിച്ചത് ഭാനുവിന്റെ മിടുക്ക്. ഇവരില്ലെങ്കിൽ ഈ തീ തുപ്പുന്ന തുപ്പാക്കിക്ക് പൊട്ടിയേനെ എന്റെ നെഞ്ച്. കൊല്ലാനുള്ള കൽപ്പന തിരുത്തി തമ്പുരാൻ ഈ വീരരെ മാനിക്കണം. മന്നിച്ചവനെ ഭാനു, പിറപ്പുകേടും കൊണ്ട് കൊടികെട്ടി നടാ. എവിടെ മൂപ്പിൽ നായ? അഴിച്ചുവിടാ, കെട്ടഴിച്ചുവിടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ചോരനാറുന്ന ചോര. ദക്ഷിണ വെച്ച് പോരിന് ക്ഷണിച്ചാൽ നീതിക്ക് വേണ്ടി നിൽക്കുന്നത് തലകുനിക്കാത്തവന്റെ ധർമ്മം. അച്ഛന്റെ വാക്ക്. ഉണ്ടോ ഇവിടുത്തെ ചോറൊരു പിടി തരുന്നു.
കേളുവിന്റെ നെഞ്ചു തൊട്ടൊരു വാക്ക്. വീര, നിനക്ക് കൂട്ടുവരും മിടുക്കരായ 5 പോരാളികൾ. പോ, തിരികെ എത്തും വരെ എന്റെ പ്രാർത്ഥന. മാറ്റാന്മാരുടെ പട പുറകെ ഉണ്ടാവും. അകത്ത് പിശുറായിക്ക് ഒരപായവും പറ്റാതെ ഇടവും വലവും നിന്നോണം. ഈ പോയ മുഹമ്മദിനും നായനാരും ഇനി ചിറക്കൽ എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ അരയ്ക്കൽ പോവുകയാണല്ലേ? അല്ല, അതെ. ഇത് കണ്ടോ? രാത്രി ഇതിന് ജീവൻ വെക്കും. അരക്കൽ പോയി തിരിച്ചു വരുമ്പോ കാട്ടിത്തരാം ഇതെവിടെ ഉറങ്ങുന്നതെന്ന്. അന്ന് എന്നെ സുഖാക്കി. പക്ഷെ ഉള്ളിൽ തറച്ചൊരു കാരമുള്ള നോവുണ്ടായിരുന്നു. അതവിടെ ഇരുന്ന് പഴുത്തു. 20 വർഷം കണ്ണിലും മനസ്സിലും ഉണങ്ങാത്ത മുറിവ്. അതെന്റെ കണ്ണിൽ തുളച്ചു കയറ്റിയ വിരൽ മുറിയാൻ പറങ്കി തിരിച്ചു വരുന്നു. 8-ാം വയസ്സ് മുതൽ ഉള്ളിൽ പൊളയുന്നു. ഉമ്മയോട് യാത്ര പറയാനല്ല, യാത്ര തുടങ്ങാനാ ഞാൻ വന്നത്. അനുഗ്രഹിക്കണം മോനെ. എന്റെ ആലിയോളം എനക്ക് പോന്നത് നീ മാത്ര. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇവനേ ഉള്ളൂ. ഇവനെ കൂടെ കൊണ്ടുപോ. ഉമ്മയ്ക്ക് എന്നെ വേണ്ടേ? உனக்கு அதெல்லாம் ஆரியா சொல்லிட்டு வர அவர்கிட்ட. பாத்தியா തുർക്കി കപ്പൽ പോലൊരു കോട്ട. പാണ്ഡികശാലയായിരുന്നതിനെ ഒരു വാതിൽ കോട്ടയാക്കിയത് മമ്മാലി മരക്കാറ. കണ്ണാടിക്കാട്ടിലേക്ക് തുറക്കുന്ന മതിൽ വഴി ഒരു പഴുതുണ്ടെന്ന് കേൾവിപ്പെട്ടിട്ടുണ്ട്. അതുവഴി എത്തുമ്പോഴേക്കും ബലിയാസിന്റെ തൂക്കുവിധി നടപ്പിലാക്കി ആ കബറിലൊരു തിരിച്ചിന്ത്യല്ലോ. ആണ്ടിയാണ് എരിഞ്ഞു സത്തത്. അതിനാ அவனை சுட்டு கொண்ட பலியாசனை அவனை தூக்குல போடுறத பார்க்கணும். செத்தவனோட கடைசி ஆசை. ചത്തവന്റെ ആശയില്ലടാ, ശാപം വാങ്ങി വെക്കണ്ട. நம்ம கலாய்கிற மாதிரி இதை பார்த்து பாண்டி தான் வந்து நினச்சேன். പറങ്കികൾ ആയിഷയെ വെള്ളിയാങ്കലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. പക്ഷെ തന്റെ മാനം കെടുത്താൻ വന്ന 10 പേരിൽ 9 പേരെയും വെട്ടിനുറുക്കി ആ കഥ പറയാൻ അവൾ ഒരാളെ ബാക്കി വെച്ചു. പറങ്കി വിരോധികൾ അവളുടെ പേര് അവർക്കിടയിൽ ആഘോഷിച്ചു. അറക്കിൽ ആയിഷ. പാടാനുള്ള നേരമാണിത് താത്ത. കൂടെ നിന്ന് മാനം കാത്തവന്റെ കഴുത്തില് കൊലക്കയറ് മുറുകുമ്പോ അറയിലിരുന്ന് ഇവിടുത്തെ പെണ്ണുങ്ങള് വീണ വീട്ടി പാടും. നല്ല പൊരുത്തം. தெரிஞ்ச ஒரு கதை சொல்லுங்க. அவர் தெரிஞ்சவங்களாம் வச்சு அவர் இமேஜினேஷனில் வருதுன்னு അതിക്രമം കാട്ടുന്നവർക്കും അക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം വിധിച്ച ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് മോചനമില്ല. ഞാൻ അസീം മരക്കാർ പറഞ്ഞു വിളക്കിയിട്ടും നമ്മുടെ ബന്ധു കൂടിയായ വലിയ അച്ഛനാർ നമ്മളിലും ഗുജറാത്തിലും നിന്നും വരുന്ന ഒട്ടനവധി കപ്പലുകൾ മുക്കുകയും നമ്മുടെ അഭ്യൂതികളായ പറങ്കി വീരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തിരിക്കുന്നു വലിയാസൻ. അവനുള്ള ശിക്ഷ ന്യായാനുസരണം കബൂലാക്കാൻ പറങ്കികളുടെ പിസറോയ് വാസ്കോ ഡ ഗാമ എന്ന മഹാവീരൻ എസ്റ്റാവിയോ ഡ ഗാമ കണ്ണനൂരിലേക്ക് കപ്പലോടിയെത്തിയിരിക്കുന്നു. யாரு மദ്രാസ് പൊട്ടുന്നുണ്ടാ? ஓ யாரு? போலீஸ் ஆஃபீஸர் எமி ஜாக்சன் கல்யாணம் பண்ணிக்கிருப்பாரு. ജുവാൻ ചക്രവർത്തിയുടെ നാമത്തിലും ഹിന്ദു സമുദ്രത്തിന്റെ അഡ്മിറലായ വാസ്കോ ഡ ഗാമയുടെ നാമത്തിലും എസ്റ്റാവിയോ ഡ ഗാമ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നു. വലിയസനെ കൊണ്ടുവരൂ. ഈ മാപ്പ് പറയുന്നുണ്ടോ? ¿Estás zurdo?
கம்பல் Mio presente. Ararekan. Pequeño, dedo, mesimo. രഹസ്യമായി മാപ്പ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇവരോട് അപേക്ഷിക്കാം. മാപ്പ് പറയാമെന്ന് മാപ്പ് പറയാന്ന് കെട്ടൊന്നഴിക്ക് അഴിക്കുമോനെ. ആളായും ആയുധമായും നിനക്കാണ് ശക്തി കൂടുതൽ. എന്നിട്ടും നീ ഭയക്കുന്നു. തുപ്പാക്കി പോണ്ടല്ലോ തന്നെ ഞാൻ മാപ്പ് പറയുന്നു. ഇവരെ ഒന്നും കൊല്ലാതെ ബാക്കി വെച്ചതിന്. ഈ കൂട്ടത്തിലുണ്ട് ബലിഹസന്മാർ. ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ. ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ. அதோட பில்டப் மட்டும் கொடுக்கணும்னு நினச்சேன். என்ன அவன் எஸ்கேப் ஆயிட்டானா இல்லையாடா? அதுதான் எனக்கு தெரியல. இவனுக்கு ஒன்றே ஒன்று தான் இப்போ தோணுது. எந்த டீம்டா? அவர் அந்த சொல்லி அமிச்சார்ல எதுவும் நடக்கக்கூடாதுன்னு. அஞ்சாவது ஆள். നീ കൊടുത്ത വാക്ക് ഓർമ്മിക്ക്. ഇവനെ ജീവനോട് കൊണ്ടുപോവാന്ന് പറഞ്ഞത് ചടമാക്കാമെന്നല്ല. ചവിട്ടി നിന്ന് പുറകെ വെട്ടുന്നോടാ. யாரும் நாம் சாங் கேட்டுருவோம். ഒറ്റ ഒന്നിനു വേണ്ടി കാക്കണ്ട. വാ. Se sair agora. ഇടാവ് കൂടെ ഉണ്ടെങ്കിൽ ആ തണ്ടപ്പറങ്കി പുറകെ വരും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. ഉള്ളിൽ തോന്നുന്നത് ചെയ്ത കേളുവിന് ഇതുവരെ ശീലം. ഇത്തവണ മൂത്തോര് പറയുന്നത് കേട്ടാ മതി. നിന്റെ ചങ്കി തൊട്ട് നാ പറയുകയാ. എന്റെ പല്ലുകൊണ്ട് നാട്ടിലെ കുട്ടികള് പല്ലാങ്കുഴി കളിക്കുന്നു. കെട്ടിയോരെ കത്തിച്ച് കണ്ട പെണ്ണുകള് ഈ കെട്ടവനെ ഉയരോടെ കാണണം. തേങ്ങ പൊട്ടിക്കണ ചേലക്ക് ഇവന്റെ തലയെ കരിങ്കലിൽ ഇടിച്ച് പൊട്ടിക്കട്ടെ ഞാൻ. എന്റെ പേച്ചിന് കനമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ വഴിക്ക് പോ ചങ്കായി. ഞാൻ വരുന്നില്ല. ആടിയില്ലാതെ എന്ത് വേടൻ. ஒரு பாம்பு பார்க்கறதுக்காக இது பண்ணுறா. உன் கை என்னடா அப்படி இருக்கு? നീ ആര്? കയ്യിൽ അത് വെച്ച് ആര്യയുടെ നാട്ടിൽ നിന്ന് മരക്കലമേറി വന്നതാ തമ്പുരാനെ. തമ്പുരാനോ? ഇവൻ തമ്പുരാനൊന്നുമില്ല ചങ്കായി. ചിറക്കൽക്കാരുടെ കുടയും അറയ്ക്കൽക്കാരുടെ വടിയും നേടി ഇനി കാൽവയ്ക്കും നാട്ടില് കൊടികുത്തി വാഴും. നേർവഴി ചിറക്കൽ പോണം. അവിടുത്തെ പടനായകരാകും. കൂടെ നിൽക്കുന്ന ചങ്ങാതി നന്നും നന്ദിയുമുള്ളവൻ. ஏதோ இது பண்ணிட்டுக்கிறாங்க நீ வச்சு தேங்க்ஸ். உன்னோட ட்ரெஸ்ஸே மாட்ட மாட்டாங்களா? காஸ்டியூமே அதான். கடலும் தாண்டி வந்த ஆரடி
സീൻ കേട്ടു വെള്ളാരങ്ങള് തമ്പ്രാൻ കൊത്തിയെടുത്ത് നമ്മുടെ തമ്പ്രാൻ ആരാണ് മോന്? ഇതും ഗാമ, എസ്താവിയോ ഗാമ, ഗാമ പിസ്രോയുടെ മകൻ. കുരുമുളകെന്നും കർദാസെന്നും പറഞ്ഞ് ദുസ്വപ്നം മാത്രം തരുന്നവനെ എസ്തപ്പാനെ, ഇവിടെ നിന്റെ മുഖമൊന്ന് കാണട്ടെ. തമ്പുരാനെ, ഇത് ഗാമയുടെ മുദ്ര തന്നെ. മകനെങ്കിൽ മകൻ. ഇവനെ കൊട്ടാരത്തിന്റെ പ്രത്യേക അതിഥിയായി പ്രഖ്യാപിച്ച് പെരുമ്പടപ്പോയി സന്ധ്യ സംഭാഷണം തുടങ്ങാം. പട്ടും വളയും പവിത്രക്കെട്ടുള്ള ചിറക്കൽ പടവാളും കൊണ്ടുവരൂ. കാമ്പിന് ഉറപ്പുള്ള, വാക്കിന് വിലയുള്ള ധീര തമ്പുരാനെ, ചിറക്കലെ പുതിയ കൊത്തുവാൾ. ഇവനിനി ചിറക്കൽ കേളു നായനാർ. മാടായി കാവിലേക്ക് തുടരട്ടെ. He's more useful to us than dead. Oh, nice. இது மெசேஜ் அனுப்பலாம்ல உங்களுக்கு? കൂട്ടത്തിൽ ഒറ്റാൻ ആളെ അയച്ചത് രണ്ടിൽ ആരെന്ന് മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. ഈ തമ്പുരനല്ല. ഓട്ട ചാരമാക്കും വരെ പറങ്കിക്കലി അടങ്ങിയില്ല. പട തുടങ്ങിയ ശബ്ദം കേട്ടാരെ തലച്ചേരിക്ക് പോകാൻ തുനിഞ്ഞ പെണ്ണുങ്ങളെ നന്നായി ഇവിടെ വരുംപടി കൂട്ടത്തിച്ചതിന് ഇഷ്ടംമാർക്ക് കൊടുത്തോ? ആഹാ, എന്റെ ഉണിച്ചിരുതയും മുത്തശ്ശിയെ കൊത്തിവെച്ച മട്ടിൽ ഇതാരാ? ആയിഷ. അറക്കലെ ആയിഷ. അറക്കലെ ആയിഷ, അസ്മാ ബീബിയുടെ കൊച്ചുമകൾ, ഗുലാം കലന്തറിന്റെ മൂന്നാമത്തെ പെണ്ണ്, അറക്കലെ കണിമങ്ക. സിംഹിയാണ് തമ്പുരാനെ, സിംഹി. സാമുദ്രിക ലക്ഷണം. ഇരിപ്പിടം കൊടുക്കണമല്ലോ. അതെ, ഒന്ന് ഇരുത്തണം. ഉചിതമായ ഇരിപ്പിടമൊന്നും കാണുന്നില്ലല്ലോ. ഇടതു തുട ഭട്ടവക്ഷിക്കും, വലതു തുട മകൾക്കും എന്നല്ലേ പ്രമാണം. വാവകളെ ഒരു പെണ്ണിനെ തൊട്ട അറക്കിലെ 100 പെണ്ണുങ്ങൾക്കും. കൂട്ടത്തോട് കാട്ടിയ കരുണയ്ക്കും നന്ദി. മുറ നോക്കി തീർപ്പ് പറഞ്ഞാൽ ഇവിടുത്തെ റാണിയാകേണ്ട ഞാൻ വന്നു ചേരേണ്ട ഇടം ഈ മാതുലന്റെ തുടയോ അതോ മരുമകന്റെ അറയോ? സ്വയംവരം വസുദേവകുലത്തിൽ മാനിക്കപ്പെടേണ്ട പതിവ് തന്നെ. ഭാനു, അകത്തെ പെണ്ണുങ്ങളോട് പറ, ആദ്യമുള്ള ഉടലിന്റെ വെക്കമാറ്റം. കിടപ്പറയിലെങ്കിലും നീ ഒരു ചെറിയമ്പ്രാനാകൂ. ഇസ്രായി അറയ്ക്കൽ ലഹള വ്യത്യാസന്റെ തൂക്കം നടന്നില്ല. യഥാസ്ഥാപിക വിരോധികളുടെ കൈപ്പെട്ടു. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് സമരമുഖങ്ങൾ കണ്ട മനുഷ്യന് സംശയമുണ്ടായിരുന്നില്ല. തന്റെ മകൻ എസ്താവിയോ തിരിച്ചു വരും എന്ന് വാസ്കോ വിശ്വസിച്ചു. இதுதான் விஷயம் தெரியுமா? கிளாடியேட்டர் அது கடைசி நடந்து போகிறது. நவ் யுவர் ஸ்ரீனு ஜேம்ஸ் கேமரூன், நீங்கள் யாரோ சிவா சொல்லுவான்ல, ഇറങ്ങി പോരാൻ പഠിക്കണ്ട. ഉറങ്ങില്ല. பையன் பொண்ணை பார்த்துட்டு அந்த பொண்ணுகிட்ட போயிட்டு நைட்டு நான் வெயிட் பண்ணுறேன்னு சொல்லுங்கிறான். അത് അനിയത്തിക്കുട്ടിയായിരുന്നു. ഇവിടെ ഒരു തുണയ്ക്ക് വിളിക്കായിരുന്നു. ഇവിടെ
என்னடா ச்சே கைவிட படி போட்டாங்க கிளாடியேட்டர் மியூசிக் போட்டாங்க. தியான் விரல் போல தியான் கிரேஜர். ചുറ്റാട മറന്നു വെച്ചത് തിരിച്ചെടുക്കാമെന്നാണ് നിന്നോട് പറഞ്ഞതല്ലേ. തിരിച്ചു പോയിക്കോളാൻ. എങ്ങോട്ട് പോവാൻ? ഇടമുള്ളിടത്തേക്ക്, ഇഷ്ടമുള്ളിടത്തേക്ക്. ഇഷ്ടമുള്ളവർ ഇവരാണ്. ഇനി ആകെ ബാക്കിയുള്ളത് ഈ ബെഞ്ചിനോട് കാട്ടിയതുണ്ടോ? ആ തുമ്പമില്ലാത്തവൻ ചെറിയ പിന്നിക്കളഞ്ഞു. പെണ്ണിന് 6 വയസ്സെന്നോ 60 വയസ്സോ ഭേദമില്ല അല്ലടാ അസുര പരിശകളെ. പങ്ക് തിരുത്തണം എനിക്ക്. എന്ത് കാട്ടുന്നത്? இந்த பொண்ணு மடியில உட்கார ഒരു മറ തീർക്ക് മാറ്റാന് ഒരു കാവൽ കണ്ണും പിടിക്കാത്ത ഒരു കരിമറ. ശബ്ദമുണ്ടാക്കാതെ ഒപ്പം വാ. ப்ரோ நீங்க என்ன நம்ம ஊருக்கு மாதிரி இருக்கீங்க? யாருக்கும் தெரியாம நட தொடர்ந்து வரனே வளைஞ்சு பிடிக்க. ஓஹோ அவர் இங்கே பர்ஃபார்மன்ஸ் போட்டார். இதெல்லாம் போயிட்டு வலது வீது வச்சு ஒட்டடி அமர்ந்து வலது கைக்கு நோக்கி இடது கைக்கு நோக்கி வலதும் கூட்டி இடதும் கூட்டி இடத்து வழின்னு அமர்ந்து சுழின்னு நிவர்ந்து கை நிவர்த்தி பிடிச்சு ஒட்ட ஒரு அடின்னு யாலா பிர்ரா. Tu pagarás por esto. Tu hora va a llegar. Lembra. കഴിവുള്ളവനെ ഇവിടെ അംഗീകരിക്കായിരുന്നിട്ടില്ല ഒരിക്കലും. ഇവനും ഇനി കാവലാൾക്ക് മേലാണ്. പടവാളും പട്ടും കൊണ്ടുവരും. പെരുങ്കാവലിട്ട് ഭാനുവിന്റെ വലിയ ശാലയിലേക്ക് മാറ്റണം. കടന്നു കളഞ്ഞ പെണ്ണുങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയാൽ അവിടുന്ന് അന്വേഷിച്ചു വരാൻ നിൽക്കുന്ന മാപ്പിളാരുടെ എണ്ണം കുറയും. 10 പടത്തലവന്മാരുണ്ടായാലും തമ്പുരാന് കഴുത്തൊന്നേ ഉള്ളൂ. ഓർത്തോ? ശരി. നേടി അല്ലേ? അകത്ത് പുരയിലും മിക്കരയുണ്ട്. പിശുക്കണ്ട. കുറ്റിമാച്ചി താഴെയിട് പെണ്ണമ്മേ. പെണ്ണുങ്ങളാ എന്റെ കൂടെ. ഈ സമയത്ത് ആറ് കിടന്നത് എങ്ങനെ കുഞ്ഞിക്കേളൂ? അമ്മക്കൈ പിടിച്ച് നീന്തി. അറക്കല പെണ്ണുങ്ങളാ. കൂട്ടത്തിൽ ചെറുതിനൊരു ഉപദ്രവം പറ്റിയിട്ടുണ്ട്. വേണ്ടത് ചെയ്തോണം. போட்டேன் கிளாடியேட்டர் மியூசிக்.
ജനിച്ചിടം നല്ലിടമെന്ന് നീ പറഞ്ഞത് നേരല്ലെങ്കിൽ എന്റെ കൂടെ വിശ്വസിച്ചു വന്ന പെണ്ണുങ്ങളുടെ മാനം കാക്കാൻ എനിക്കൊരായുധം വേണം. Pickpocket successful. நல்லா இருந்துச்சுல, Perfect இருந்துச்சு. ഇങ്ങോട്ട് ഇരിക്കും. വയറിൽ എന്തെങ്കിലും എന്നാലേ തലയിൽ എന്തെങ്കിലും കേറും. തീറ്റ കൊടുക്കും. Vocês tentam andar bastardos. അവനെ കൊല്ലാൻ നോക്കുവാണോന്ന്. Amigos. Now enemigos. സംശയം. Confia em mim. വിശ്വസിക്കന്നെ. Não confio em ninguém. Vocês não estão escola. E não ocorreu morta gama. പൊടി കടങ്ങാൻ പോർത്തുഗീസിൽ പറഞ്ഞത് വിരലണ്ട. ഭാനു, ഈ ജാതിക്ക് കൊന്നു തിന്നാനാ കമ്പം. മെലിന്തിയിലും മൊംബാസയിലും ചെന്നാൽ പറങ്കിക്ക് ഇഷ്ടം ഓന്തും പല്ലിയും കാപ്പിരിപ്പെണ്ണും. ആരെയും കൊല്ലും, എന്തിനേയും തിന്നും. അതാ രീതി. ഇവന് നമ്മുടെ ഭാഷ മനസ്സിലാവില്ലേ? കണ്ടിട്ട് അറിയാമെന്ന ഭാവം കാണിക്കുന്നില്ല. ഇവന്റെ തന്തപ്പറങ്കിക്ക് ശേഷം വന്ന കുത്തിഞ്ഞോ, അൽമൈദ, അൽബുക്കർ, സുവാരസ് എന്നീ കുതിരയ്ക്ക് ജലദോഷം പിടിച്ച പോലെ മലയാളം പറയുമായിരുന്നു. ഇവനും കേട്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. എങ്ങനെ? ഇതിവനുള്ള അവസാനത്തെ കഞ്ഞിയാണ്. തീറ്റ കഴിഞ്ഞങ്ങ് തൂക്കിക്കൊന്നേക്ക് വെളുത്തേ നന്നായിട്ട് മലയാളം മനസ്സിലാവും. നീ ഒരു നല്ല നടനല്ല. നിന്റെ നാട്ടിൻ കൊണ്ട് എന്നോട് കാര്യം. വൃത്തികെട്ട പറങ്കി നായുടെ ദുർബല ഭരണം കൊണ്ട് പൊറുതിമുട്ടിയപ്പോ സാക്ഷാൽ ഗാമയെ, നിന്തിരുവടിയായ വാസ്കോഡ ഗാമയെ മലയാള മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ അപേക്ഷിച്ചത് ഞാനും കൂടി ചേർന്നു. 10,000 വയലേ നിൽക്കണ മുഞ്ഞ മാത്രമുണ്ട് നിങ്ങൾക്ക് തരാൻ. എണ്ടമ്മ ഒന്ന് കൂക്കി വിളിച്ചേ, ഏലനും വേലനും വരട്ടെ, നാട്ടാർ കൂടട്ടെ. എമ്പിരിഞ്ഞ കടം ചോദിക്കാൻ വന്നത് പണമല്ല, പടയ്ക്ക് ചേരാനുള്ള കൊരള. കോഴിക്കോട്ടെ കുന്നലക്കോൻ താമോതിരിക്കും, പെരുമ്പടപ്പിലെ ഉണ്ണിരാമക്കോയിലനും, വേണാട്ടെ തെക്കൻ കോലത്തിരിക്കും പറകമഴ്ത്തി പകരം വാങ്ങിയ വാരം പറ്റും പടയുണ്ട്. പകരം വീട്ടണം. എണ്ണ ഒഴുക്കി കണ്ടപ്പോ പുത്തൂരെ ഈ നാട്ടുപട കൂട്ടക്കരച്ചിൽ കൂടാൻ പോയി. തലച്ചെന്നോറിന്റെ കുടുംബെ പിടിച്ച് കുരലറുത്തപ്പോ തമ്പുരാന്റെ കൂലിക്ക് പിന്നെ അവര് നമ്മുടെ അപ്പൊ ചിലര് പേ പിടിച്ച് ചിരിച്ചു, പിന്നെ ചിലര് ചെറിയ ചാടി ചത്തു. പന്തലായനിക്കിപ്പുറം കടല് കിടക്കണേ, വായ്ക്കൈയും പൊത്തി തമ്മാനം കൊടുക്കണം പറഞ്ഞു. എന്തിന്? ചോദിക്കാൻ 4 ആളെ അയച്ചിട്ട് 4 ചിത കൂട്ടി കാത്തിരിക്കാൻ നാട്ടാറുള്ളിടത്തോളം കാലം എല്ലാ നാട്ടിലും ഇത് പതിവാകും. കേളു വന്നത് കടം ചോദിക്കാന്. 1000-ൽ താഴെ ആളുള്ള പറങ്കിക്കൂട്ടത്തിന് ആള് കഞ്ചി വെച്ച് നേരിടാൻ കോപ്പുണ്ട് ഈ നാട്ടിന്. ഈ മണ്ണിലുണ്ടായവനാ ഞാൻ. ഞാൻ കടം ചോദിക്കുന്നു ഈ മണ്ണിനോട് തന്നെ. പറങ്കി പറഞ്ഞത് പാലിച്ചില്ലെങ്കിൽ കഴുമരം കയറ്റും. അതറിയില്ല ഇയാൾക്ക്. പക്ഷെ കണ്ണീരുണ്ണാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. എള്ളു നിറത്തി കറുത്തവനും ഉള്ളി ചങ്ക് നിറച്ച് ചോരയുണ്ടെങ്കിൽ ഈ കേളുവിനൊപ്പം വാ. മോട്ടിവേഷൻ സ്പീച്ച് വർക്കായിച്ച്. அவருக்கு ஆர்மி கட்சிச்சா இப்பவே வெள்ளக்குடி காட்டாங்க. ഈ ജന്തു എനിക്കൊരു ബാധ്യതയായിരുന്നുവെന്ന് ഒരു ചരിത്രവും പറയരുത്. ഏയ്, വരപ്പ് തുടരട്ടെ. വീടോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നവരാണ്. പറങ്കി വിരോധം കാരണം കഷ്ടത്തിലായ സുറിയാണികൾ. അവസരം കൊടുത്താൽ ഇവർക്ക് നമ്മളോടൊപ്പം ചേർന്ന് കച്ചവടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മാധേവോസ്, യോസെഫ്. തമ്പുരാൻ സഹായിച്ചാൽ അതിന്റെ സ്മരണ ഞങ്ങൾക്കെന്നും ഉണ്ടാകും. സ്മരണ കൊണ്ട് എന്ത് കാര്യം? ചുങ്കത്തിന് ഇളവ് കിട്ടിയ ലാഭത്തിന്റെ വിഹിതം ഇവിടെ എത്തിച്ചോളാം. ചേണിച്ചേരിയുടെ ഒന്ന് ആലോചിക്കാൻ നന്നെന്ന് തോന്നുന്ന കാര്യങ്ങൾ
അതിൽ ഉറച്ചൊരു തീരുമാനമെടുക്കാൻ പരസഹായം തേടരുത് ഒരു തമ്പുരാനും. കാര്യക്കാരെ ചെന്ന് കാണൂ. നന്ദി തമ്പുരാൻ. മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അറക്കലെ പെൺകുട്ടത്തെ രക്ഷിപ്പാൻ തടവറ ഭേദിച്ചത് ഞാനാണ്. കേളു. അവരിപ്പോൾ സുരക്ഷിതരാണ്. പുത്തൂരുണ്ട്. ചെയ്തത് തെറ്റാണ് തമ്പുരാൻ. അത് തിരുത്തണം. തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അറക്കൽ അവര് നമ്മുടെ വിരോധികളാണ് കേളു. കോലോത്തെ എന്ത് പെരുമ. മൂപ്പിളമ്മ തർക്കത്തിൽ പണ്ട് സ്വത്ത് ഭാഗം വയ്ക്കാൻ നേരത്ത് ഒരു അറബി തൊട്ട കഥയുണ്ടാക്കി നേർബെങ്ങളെ പടിയടച്ച് പുറത്താക്കിയ പൂർവിക പെരുമയോ? ചേരമാൻ നാടിന്റെ പെരുമാൾ തുടർച്ചയെ ഇസ്ലാമിന് നൽകേണ്ടി വരുമോ എന്ന് ഭയന്ന ക്ഷത്രിയ പെരുമയോ? ഭിന്നിപ്പ് അതിന് വേണ്ട തമ്പുരാൻ. നസ്രാണിയും മുസൽമാനും ഈ മണ്ണിൽ നമ്മളോടൊപ്പം ഇനി ഉറച്ചു നിൽക്കണം. പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചേച്ചി. പറങ്കികൾ മണ്ണിൽ നാട്ടിയ കഴുമരങ്ങൾ ഈ നാടിന്റെ മനസ്സിൽ വേറെ ഭയമായിരുന്നു. ഒന്നിച്ചു നിൽക്കാൻ ഒരു നായകന്റെ മേലില്ല. ഇത് നീ തമ്പുരാനായി വരുമ്പോഴേക്കും ധൃതരാഷ്ട്രരെ പോലെ കുരുടനാവുമല്ലോ. ആരായി ധൃതരാഷ്ട്രര്? ഒരു തമ്പുരാൻ. ആ അപ്പം തമ്പുരാൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ടുള്ള വഴി പറങ്കി വഴിയാണെന്ന്. ഇപ്പൊ സമ്മാനമായി വന്നത് മകന്റെ ചെറുവിരലാണ്. ഇനി പടനീക്കമുണ്ടെന്ന് കേട്ടാൽ അവര് തലയരിഞ്ഞയക്കും. ഇത് ചെയ്തവന്റെ ചരിത്രം ഞാനെടുത്തു തരാം. നേരിട്ടൊരു പട നയിക്കുന്നത് തന്റെ മകന്റെ ജീവൻ ആപത്താവുമെന്ന് ഉറപ്പുള്ള വാസ്കോ വിശ്വസ്തരായ ചില യോദ്ധാക്കളെ എസ്തപ്പാനെ രക്ഷിക്കാൻ നിയോഗിച്ചു. അവരെ പിന്തുണച്ച് പെരുമ്പടപ്പിലെ സൈനികരും அசால்ட்டாக விட்டான். മണം പിടിച്ച് പുറകെ വരാൻ കേളുവും അവന്റെ നാട്ടുപടയും കൊടുത്തയച്ചു. പറങ്കികളുടെ കൊത്തിയരിഞ്ഞ വിരൽ കഷ്ണങ്ങൾ. செத்து போனவங்கலாம் போகுது. വൈഫ് അത് തൊലിയും പൊളിച്ചിരിക്കാൻ ഇനി സമയമില്ല. തമ്പുരാനെ മുഹമ്മദിന് നായരും പരാക്രമം കാട്ടി പാട്ടിലാക്കി. കൊച്ചിയിൽ വെറുതെ ഇരിക്കുന്ന നിന്റെ തന്ത വാസ്കോഡ ഗാമയ്ക്ക് വാർത്തയുമായി പട്ടന്മാരെയോ പട്ടക്കാരെയോ അല്ല ഞാൻ അയക്കാൻ പോകുന്നത്. സാക്ഷാൽ ഉപരാജാവിനെ ഈ E conseguirá. Ok, vocês quiserem. Está bien. Dê isto ao meu pai. ഇരിക്കണം. തമ്പുരാനായിട്ടില്ല, ചെറിയമ്പ്രാനാണ്. രൂപം തികഞ്ഞു. തമ്പുരാനെന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. ഗാമ കലഹത്തിലാണ്. ഗോവ തോക്കിലെത്തിയപ്പോഴേ വിസറോയ്ക്ക് ജ്വരം ബാധിച്ച് പാതിയായി. ഇപ്പോ മകനെ കുറിച്ചുള്ള ആദിയും ഇങ്ങനെയൊക്കെ വന്ന് കലാശിക്കുമെന്ന് ആര് കാണും? ഇതിനെ അപായപ്പെടുത്തിയിട്ട് കാര്യമില്ല വിസറോയ്. ഞാൻ ചേരിച്ചേരിക്കൊപ്പം ഇങ്ങോട്ട് നേരിട്ട് വരാത്തത്. വന്നാ തിരിച്ചു പോകില്ല എന്ന് അയാൾക്ക് അറിയാം. ഇതിനെ ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിത്തോളാം. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ കാര്യം എന്താന്ന് പറയാം ബായിയെ. ഭാനു, യാത്ര പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ? ആപത്ത് കാപത്ത് കായ്ക്കുന്ന കാലവാ ഇത്. കണ്ടോ, 4 വർഷമായി നിങ്ങൾ പറങ്കിയോട് എരന്ന് നടന്ന കർദാസ് വെറും 4 ദിവസം കൊണ്ട് ഞാൻ നേടി. എന്ത് പറയുന്നിപ്പോ? ഈശ്വരൻ തന്ന കടലിലെ ചുങ്കം ചുമത്താൻ ആർക്കെന്ത് അവകാശം? ഇത് വാങ്ങിയെടുക്കാൻ ആരുടെ മുന്നിലൊക്കെ മുയൽ വേഷം കെട്ടി? ഇത് തന്നവന്റെ തൊണ്ടക്കുടി തള്ളുവിന്റെ കർദാസ്.
ചൂണ്ടുവിരൽ അത് വിറയ്ക്കരുത്. வெளியே இருக்க காற்றுக்கு ஒன்றும் சத்தம் கேட்கலையாடா? ഇവിടുത്തെ കാവൽ ഭേദിച്ച് എസ്താവിയോ പറങ്കി രക്ഷപ്പെട്ടെങ്കിൽ ഇനി പെരുമ്പടപ്പിൽ നിന്നും ഗാമ പട നയിക്കും. ചിന്തിച്ചിരിക്കാൻ സമയമില്ല. അച്ഛൻ തമ്പുരാൻ ഉണ്ടായിരുന്നുവെങ്കിൽ പട കൂട്ടാൻ ഉത്തരവിട്ടേനെ. ദേശവാഴികൾക്കെല്ലാം പടയ്ക്കോലെ അയക്കണം. ചിറക്കലെ പട ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യൂ. ഇവരിനി നിന്നോടൊപ്പം ഉണ്ടാവില്ല. നീ നിന്റെ പട കറുപ്പ് തീറ്റ് നീ കുറുപ്പ്. എല്ലാവരും ചേർന്ന് ആയിക്കോ കൂത്ത്. കാണാനോ കോർക്കാനോ വന്നതല്ല കേളു. തമ്പുരാനോട് കയർത്ത് സംസാരിക്കുന്നോ? അന്നും നീ പറങ്കിക്ക് വേണ്ടി ചരട് വലിച്ചു. എന്റെ അച്ഛനെ, ചിറക്കലെ കൊത്തുവാളിനെ പിന്തുണയ്ക്കാൻ തുണപ്പടയില്ലാതെ പറങ്കിക്ക് കൊത്തിയെറിയാൻ വിട്ടുകൊടുക്കും. ഞാൻ സ്വാർത്ഥനാണെങ്കിൽ ഈ പടി ഇറങ്ങുമ്പോൾ എന്റെ മാറാപ്പിൽ നിന്റെ തലയിരുന്നേനെ. കണ്ണു തുറന്നു ഈ നാടിന്റെ ശത്രു. പടയും പടക്കൂപ്പും എനിക്ക് വേണ്ട. എന്റെ ഉള്ളിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ കത്തിച്ച ഒരു തീയുണ്ട്. ആ പറങ്കി പിസറോയുടെ ചിത കൊളുത്താൻ എനിക്കത് മതി. Stavio. Venganza. Sí. போங்க போயிட்டு எக்ஸி ஆடிட்டோரியம் என்ன சொல்கிறோம். கிராசியஸ். இந்த ரெக்வஸ்டிக்கு பாச்சு இவனா என்னடா பண்ணியிருந்தான்? போர் எடுத்து போகாம அவனா வருவான்ட்டு. இல்லைடா, ஸ்டார்டிங் அவங்க சொல்லியிருந்தாங்கல்ல, அவங்க பையன் வந்தால் இவங்க போர் எடுத்துகிட்டு போனால் அவங்க பையனை கொண்டுருவாங்க எப்படின்னு தானே. அதனால் அவர் பையன் ஒரு வரைக்கும் வெயிட் பண்ணியிருந்தாரு. ஸ்பெக்ஸ் கைஸ் ஜீனியஸ். പടിക്കകത്തായാലും പുറത്തായാലും തമ്പുരാട്ടിക്ക് തുണയായി വരാൻ ഞാനുമുണ്ട്. തീപ്പെട്ട എൻ്റെ തമ്പുരാൻ്റെ തീരുമാനം അതൊന്നിനോടെ ഉള്ളൂ. ഈ കൈമണിന് കൂറ്. പട എഴുന്നള്ളി വരുന്ന പിസറോയെ ആ നിലത്ത് വെച്ചാണ് നമ്മൾ വളയുക. ചുറ്റിനും വാടിയെ കിളപ്പിക്കാൻ 100 ഇല്ല, അത് வந்து மடியில உட்கார்ந்தா சொல்லும். വടക്കോട്ട് നടന്നാൽ വൈതൽമല. കൂടെ കാവലിന് 10 ആളുണ്ടാകും. ഇത് വൈതൽക്കോനുള്ള പോലെ. തന്നതാരെന്നും വേണ്ടതെന്തെന്നും അയാൾക്കറിയാം. പിന്മാറേണ്ടത് പെണ്ണ് അല്ലേ? അല്ല, നയിക്കാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ആർമിയുടെ വണ്ടാർ പോകുന്നു. പോർച്ചുഗീസ്. ദേവാലയങ്ങൾ മിക്കതും മദ്യശാലകളായി. കവിപ്രസിദ്ധി നേടിയ പറങ്കി ഭീമന്മാർക്ക് ഭീരങ്കി വെക്കാൻ യഥേഷ്ടം ഇടമായി. അറ്റമില്ലാതെ ദ്രവ്യം കൊടുപ്പാൻ ബന്ദർ ബന്ദർ തോറും മുളകുപാടങ്ങൾ മത്സരിക്കുന്നു. നാവാട്ടങ്ങൾ വായിച്ച തമ്പുരാൻ അല്ല ഭാരതം കൊണ്ട് വെപ്പിച്ചു. ഇനി ഇതാ പ്രിൻസിപ്പ ഭാനുവിക്രമൻ. എന്നും ഒന്നേ വേണ്ടു, പോർത്തുഗലിൻ മമത. கடுகு சீரகம் மிளகு வாங்கினு சொல்லலாம். கடுகு பார்த்தா 18 ரூபா, சீரகம் பார்த்தா 20 ரூபா, இது மட்டும் 70 ரூபா இருக்கும். Estapo. Amigo. Amigo. Adeus. Amigo. Estapa.
அதான் பைத்து അത് അവനെ പോർച്ചുഗലിൻ പുതിയ എംപറഡോർ ജുവാൻ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടുള്ള അറിയിപ്പ്. ഇനി ലക്ഷദ്വീപിന്റെ ഗവർണർ മിനിസ്റ്ററോ കുറിപ്പ് പടിഞ്ഞാറേ ആദനിലും വടക്കേ ഹോമുർജലും കിഴക്കേ മലാക്കയിൽ നിന്നും വരുന്ന മുഴുവൻ ചരക്കു കപ്പലുകളുടെയും ചുങ്കം പിരിക്കുന്നതിന്റെ കോൺസുൾ. എടാ ചക്രത്താലി അസീം പക്കി, ഈ ചേണച്ചേരി കുറിപ്പിന് ഇടനില നിൽക്കാൻ നീ ആളായോ? ഈ സമ്മാനം ഇപ്പൊ വാങ്ങിയാൽ എന്നെ കയറ്റി അയക്കുന്ന പത്തയമാരി ലക്ഷദ്വീപിലേക്കാണോ അതോ ശിക്ഷദ്വീപിലേക്കാണോ പോകുന്നെന്ന് തിരിച്ചറിയാനുള്ള വിവേചനം എനിക്കുണ്ട്. ഇതുവരെ കെട്ടിയാടിയ ബൃഹന്നള വേഷം അഴിക്കുകയാണ് കുറിപ്പ്. പറങ്കി സാമ്രാജ്യത്തിന് നേരെ ഇന്നാട് തുറന്നു പിടിച്ച 2 കണ്ണുകൾ കൂടി അണയാനുണ്ട്. അത് കെടുന്നത് കണ്ടിട്ട് വാങ്ങാം ഈ സമ്മാനം. സിഞ്ഞോർ എസ്താവിയോ, ആളായും അർത്ഥമായും. Fernando, tenho muita fome. ബവാലി, പോകണമെന്ന് പറയുന്നവരാരെയും തടയണ്ട. ആളെ കൂട്ടാനുള്ള അടയാളക്കൂടി എത്തേണ്ടിടമൊക്കെ എത്തി. അവർ വന്നു ചേരുന്ന ഇടങ്ങളും നിശ്ചയം. പടയ്ക്ക് മുൻപ് ഇവരുടെ മനസ്സിനെ ബലപ്പെടുത്താൻ നീ എന്തെങ്കിലും പറയിച്ചെങ്ക. പേച്ചൊരുപാട് കഴിഞ്ഞതല്ലേ, ഇനി ചെയ്ത്ത. அந்த பிரின்சஸ் கார்டு இல்ல இவர்தானே அது. ൂറുമാറി വന്ന ചേരിയില് ആളൊഴിഞ്ഞു പോയോ? അങ്ങാടൻ നമ്പി, പെരുങ്കുഴി കണ്ടിട്ടുണ്ടോടാ നീ? നിനക്ക് ഇട്ട് മൂടാനുള്ള പെരുങ്കുഴി. செகண்ட் வியூ வந்து ஆகே தான் ஃபைனல் வார். அதான் அந்த சிம்பாலிக் ஸ்டார்டிங்கில் ஒரு தூக்கு கயிறு நின்று தருது. இது அவன் பார்த்து அவ்வளோ போக மாட்டாங்க. நைஸ் நைஸ். முதல்ல சொன்னேன் ஆனால் அண்ணா 70s ஃபின்ஸ்டோன் தானே அது. 70s ஃபின்ஸ்டோன் தானே. அசாசின் 3ல வரும். ஆமாம் ஆமாம். கரெக்டாக ஓட விட்டு செலிப்ரேட் பண்ணிடுவாங்க. அங்கே நின்று அவன் குறி வைக்கிற வரைக்கும் டான்ஸ் ஆடிருந்தா ഉറപ്പെട്ടത് നേടിയെടുക്ക. നാളെ ഈ വവ്വാലിയെ ഒരാളും ഓർക്കില്ല, യാരും വാഴ്ത്തില്ല. പക്ഷെ നീ എനക്കൊരു വാക്കുതാ, வாழ்த்துறது இல்லடா இல்ல. வாஸ்கோ ட காமா ட்ரெயின் பேரே வச்சுக்கிறாங்கடா. வாஸ்கோ ட காமா ட்ரெயின் பேர் கோவா ட்ரெயின், கேரளா ட்ரெயின். ஆமாண்டா எക്സ്പ്രസ്. മറകെട്ട് കാത്ത എന്റെ ഉളപ്പറപ്പാ നീ. അവന്റെ ചങ്കിന്റെ കെട്ടിറക്കും മുമ്പ് നീ വരണം. കാക്ക് ഞാൻ നിനക്ക് വേണ്ടി. நிச்சயம் ஃபீல் பண்ணுவீங்க. காட்டவே இல்லை. பின்னாடி இருக்கிறான். கூட பாட்டெலாம் பாட்டு தண்ணி மாத்திட்டாரா? பக்கத்துலேயே போய் பார்த்து
இந்த டைம்ல அந்த இதுவே அப்படித்தான் Mottos தானே. உள்ளாது. கேரளா லேண்ட்ஸ்கேப் அந்த மாதிரிடா கரெக்டாக படாது. எய்ம் பண்ண முடியாதுடா அதுல கேனன்லலாம். சும்மா ரேண்டமா வேணா அடிக்கலாம். அந்த இது சுட்டார் பத்தியா அதுவே அவ்வளோ அக்யூரேட்டா போகாது. அவ்வளோ தூரன்றதை விட அவ்வளோ அக்யூரேட்டா போகாது. நீ எய்ம் பண்ணால் இங்கே எய்ம் பண்ணும். அப்போ தான் இப்படி போய் அடிக்கும். எவ்வளோ நான்டா பண்ணுவேன் பேட்டில் நல்ல காண வரான். காணது இல்லை எக்ஸியோ வரான். எக்ஸியோ வந்து நம்ம உள்ளே சண்டை போட்டு நம்ம ஆளுங்க ஹை ஸ்பீட் கேமரா வாங்கிட்டு இல்லடா அவங்க பயங்கரமா அடி. ஆக்சுவலி அவர் சொன்னார்ல நீ போ நான் வரேன், அதுக்காக அவர் கிளம்பி வர்றாருன்னு நினைக்கிறேன். ஆனால் முடியல போல அவரால். பாயிண்ட் வந்துச்சு ஹெலிகாப்டர்லாம் வந்து ஒரு ஞாபகத்துக்கு இருக்கலாம். இந்த பையனை நான் எங்கேயோ பார்த்துக்கிறோம் இந்த தலைமுறை. Mustafa வந்தார். திரும்பி எடுத்து ஏன் அவங்க பார்த்துருக்காங்க? ஓ சொல்ல போகிறாங்க. உங்கள் அப்பாவும் சுத்தம் கொண்டு ஆரம்பத்துக்கு பைத்தியமாக பண்ணிச்சு. சண்டே பொருள் வந்து போட்டாங்க கிளாடியேட்டர் மியூசி. பிரெக்னென்ட் ஆகுதா ஜிந்தியா? ப்ரெசன்ட் வராங்க. இல்லை அவங்களுக்கு கொண்டுட்டாங்களா? வேற அவர் செத்துட்டாரு. இல்லடா பையன் சாவல. വാസ്കോഡഗാമ അവനു കാലില്ല. അവൻ കാലി പയ്യൻ പറഞ്ഞത് സത്യമായി. ചരിത്രം കേളുവിനെ ഓർത്തില്ല. ലോകം വാസ്കോയെ വാഴ്ത്തി. പറങ്കികൾക്ക് പിറകിൽ കടൽ കടന്ന് മറ്റു പലരും വന്നു. 400 വർഷത്തെ അടിമത്തം അത് മായ്ക്കാൻ പിന്നീടൊരു ഗാന്ധി അവതരിക്കേണ്ടി വന്നു. യുദ്ധത്തിൻ്റെ ഇടങ്ങൾ മാറി. അതിപ്പോൾ ഇവിടെയാണ്. പണം തുപ്പുന്ന പീരങ്കിക്ക് മുൻപിൽ നീ ഇന്ന് നിൽക്കുന്നു. തീരുമാനം നിന്റേതാണ്. ഇതിൻ്റെ ചുമതലയും ഇനി നിനക്ക്. I think she expects guy has seen the movie. நம்மளோட ஃபைட் ஈடு போட போகிறாங்க போயிட்டு. யாரு கூட கெனா மியூசிக் வருதுல்ல ஒன்றும் இல்லை. ഇവര് പാവങ്ങളാ. നമ്മൾ പേടിച്ചതുപോലെ ഇവർ മ്യാവസ്റ്റുകൾ ഒന്നല്ല. ஏய் அவர் இங்கே தமிழ் தானே பேசிட்டு எப்போ திடீர்னு மலையாளம் பேசுகிறோம் சார்? மலையாளம் பேசினாரு பட் தமிழ் தான் நிறைய பேசினாரு. Well, we've been running protests successfully over years. You know, it's really a question of whether we can. നമസ്കാരം. യാത്ര എങ്ങനെയുണ്ടായിരുന്നു സർ? ജനീവയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇത് ഇവங்க கூட വൈകിട്ട് എന്താ പരിപാടി? ഇവര് கூட இருந்தார்ல ഒരു ഫൈനൽ മീറ്റിംഗ് அந்த ഫൈറ്റിல வாங்கறதுக்கு வந்தார்ல மினிஸ்டர்ஸ். സാർ ഒരു മരം നട്ടതുകൊണ്ട് കാടാവൂ?
ഇതുവരെ നട്ടതൊക്കെ അങ്ങനെ കാടായി. സർ, ഒറീസയിൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിൽ സാറിന് വ്യക്തിപരമായ അഭിപ്രായം? ബി ഡയറക്റ്റ്, ആസ്ക് ഓൺ മൈ ഫേസ്. ചോദ്യം, എനിക്ക് നിർവ്വാണ എന്ന കമ്പനിയിൽ പേഴ്സണൽ ഷെയർ ഉണ്ടോ എന്നല്ലേ? ഇല്ല, അതൊരു ഇന്റർനാഷണൽ കൺസോർഷ്യം. എനിക്കൊന്നുകൂടി ആലോചിക്കണം. എങ്ങനെ? എനിക്കൊന്നുകൂടി ആലോചിക്കണം. ഉപഗ്രഹ നഗരങ്ങൾ, തൊഴിലവസരങ്ങൾ, IT പാർക്കുകൾ, മീഡിയ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പരിസ്ഥിതിക്കെതിരല്ല, കപട പരിസ്ഥിതിവാദികൾക്കെതിരാണ്. എനിക്ക് വിൽക്കാൻ പറ്റില്ല. മച്ചാ, I'm sorry. Sorry. Come again? You see, ജനിച്ചു വീണ മണ്ണിനോട് ഒരു തരത്തിലുള്ള സെന്റിമെന്റ്സോ ലയബിലിറ്റിയോ ഒന്നുമില്ലാതിരുന്നൊരാൾ ഇവിടെ എത്തുന്നവരെ. ഇവിടെ വന്നു, ചിലരെയൊക്കെ കണ്ടു, ചിലതൊക്കെ കേട്ടു. ഈ മണ്ണിൽ ജീവിച്ച് മരിച്ചവരുടെ സ്വപ്നം ഇപ്പം എൻ്റേത് കൂടിയാണ്. ഒരാവർത്തി കൂടി ഈ മണ്ണിൽ നിന്ന് നന്നാവാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. Give us another chance, please. ഏടിയാ Gladiator music. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. ஸோ ஆக உரிமை ஒரு வழியாக போல் வின்னர் உரிமையை வந்து நம்ம பார்த்து முடிச்சிட்டோம். என்ன சொல்கிறதுனே தெரில. பேன் இந்தியா ட்ரை பண்ணிடுவாங்க பத்தியா. ஏன்னா எல்லா ஆக்டர்ஸும் இந்த மாதிரி தமிழ்லேருந்து பிரபுதேவா, ஹிந்திலேருந்து வித்யா பாலன், அவங்க பேர் நான் கரெக்டான பேர் யாரா? தப்புவா, அது ஏதோ ஒன்று அவங்கெல்லாம் கேரளாலேருந்து மெனி பீப்புள்ஸ். ஹைலைட் என்னன்னா ஷோ நமக்கு தெரியவே ரொம்ப ஒரு பெரிய விஷயம் என்னன்னா செட்டு கொஞ்சம் அந்த இவங்க இருந்ததுல ராஜா, நம்ம சைடு ராஜா இருப்பாரு, அந்த கல்லுக்கு நடுவில் த்ரோன்லாம் வச்சு அது கொஞ்சம் நல்லா இருந்தது. ஆனால் போர்ச்சுகீஸ் தான் கொஞ்சம் செஞ்சுட்டு இருக்கிறாங்க, ரெண்டு மாதிரி போட்டு உட்கார பாவம். என்னையா அவனுக்கு பணக்காரனுங்க, படம் வந்து ஹிஸ்டாரிக்காக ட்ரை பண்ணியிருக்காங்க. பட் ஆனால் என்னன்னா எனக்கு தான் பர்சனலி டியூ டு லாங்குவேஜ் பேரியர்னால அந்த நிறைய இடத்துல சிங்க் ஆகலை எனக்கு. படம் வந்து ட்ரைன்றது இப்போ யோசிச்சு கேமராமேன் ஷோரில் இருந்து பண்ணியிருக்காரு. ஜெனிலியா வந்து நாங்கள் எப்படி சொல்றது, அந்த பாகுபலி அண்ட் தேவசேனன் அந்த மாதிரி பார்த்த மாதிரி இருந்தது. ஒரு அளவுக்கு மேல பண்ணாங்க. ஸ்டார்டிங்ல வந்து லேண்ட் விற்கிறதுக்கு வராரு, ஆரியா ஸ்டோரி சொல்றாரு. ஓகேவா, இப்போ ஒரு தங்க லேண்ட் மாதிரி, ஓகே இந்த இடத்துல தங்கம் இருக்கு, அதுக்கான இவ்வளவு பெரிய ஒரு ஹிஸ்டரி இருக்கு, அதனால வந்து நான் இந்த லேண்டை நான் ப்ரொடெக்ட் பண்ணுவேன். இந்த லேண்டோட வேல்யூவேஷன் வந்து அப்படி இருக்குப்பா, இதோட ஹிஸ்டரி வந்து அப்படி இருக்காரு. நீங்க பார்த்து வச்சு இவனு நீ சொன்ன மாதிரி தான் லேண்ட் வந்து வாஸ்கோ ட காமா புடிச்சிட்டாரு. சரியா, அது எதுக்கு கேரளா பீப்புள். சரியா, சண்டை போடுறது கட்சி வரல பார்த்தா கேரளா பீப்புள் தான். அவனுக்கு ஆளுக்கு அடிக்கணும்டா. அவன் ஆர்மி ஒரு 5 பேர் தான் பார்த்த மாதிரி இருந்துச்சு. ஏன்னா நீங்களே வச்சுக்கிறீங்க, அந்த மாதிரி தான் இருந்தது. வந்து பிரபுதேவா தான் கட்சியில ஒரு மாதிரி செத்துட்டாரு. அவரு ரொம்ப எமோஷனல் இருந்துச்சு. ஆனா லைட்டா நம்ம முன்னாடியே லைட்டா தெரிஞ்சிச்சு அவர் சாவ போறாரு அப்படின்ற மாதிரி. இருந்தாலும் அந்த இம்பாக்ட் பிரபுதேவா சரியான டான்ஸர். அவரு போயிட்டு இப்படி பண்ண வச்சப்பாரு. மறுக்கவே மாட்டா, அவர் எவ்வளவு பெரிய டான்ஸர். அதுவும் அந்த முக்காபுலாம் எவ்வளவு விஷயம் கொடுத்து ஆடி இருப்பாரு. அவரை போயிட்டு ஏதோ நெருப்பு கையில தட்டு இப்படி பண்ண விடுறீங்க.
அதுவும் இல்லாமல் நல்ல ஸ்டோரி எல்லாம் ப்ரோக்ரஸிவ் ஆகினே போயினே இருக்கும்போது திடீர்னு காமெடி பண்ணுறேன்னு சொல்லிட்டு ஃபன் பண்ணிடுறாங்க இவங்க. சரி ஒரு மாதிரி கிரிஞ்சாச்சு. ஓ எனக்காவது பரவாயில்ல, சொன்ன மாதிரி அந்த லாங்குவேஜ்னால எனக்கு கொஞ்சம் அந்த கேப் இருந்துனே இருந்தது. கொஞ்சம் அப்படியே உள்ளே போகிறேன், டப்புன்னு லாங்குவேஜ்னால வந்து ஓகே அண்டர்ஸ்டாண்ட் ஆகாமல் நான் லைட்டாக ஜோன் அவுட் ஆகிட்டு வரேன். இப்படி இல்லாமல் பாரு அப்படியே அந்த அவன் ரொம்ப இன்வால்வ் ஆகிட்டான். என்ன சொல்கிறதுனே தெரியல அவனுக்கு. வித்யாபாலன் எதுக்கு வந்தாங்கன்னா தெரியல எனக்கு. இதில் எதுக்குடா இவ்வளோ பேர் போட்டாங்க, அதான் டவுட் இருக்குது. இதில் என்னன்னா டப்பு எதுக்கு தெரியல எனக்கு. அவர் பெரிய கேமராமேன், எல்லாரோட ஃப்ரெண்ட்ஸ் போலுது, ஒரு ஃப்ரெண்ட்லியாக வந்து ஒரு ரோல் பண்ணிட்டு போயிடறாங்க. ஸோ வந்து எப்பவும் வந்து சண்டே மலையாளம் மூவி எப்போ நாங்கள் ஒரு சஜஷன் வந்து கொடுப்போம் எங்கள் சைட்லேருந்து தமிழ் மூவிஸ். ஆனால் இந்த வாட்டி வந்து எங்களுக்கு மைண்டு ஓடவே இல்லை. இந்த படம் பார்த்துட்டு யோசிக்கவே முடியல எங்களால். ஸோ இந்த படத்துக்கு ஈடினையாக தமிழ் எப்படி கொடுக்குறதுன்னு தெரியல. ஸோ அதனால் இந்த வாரம் நாங்கள் சஜஷனே வந்து கொடுக்க போகுது. இந்த படத்தையே நீங்களே வந்து திரும்பி பாருங்கள். ஸோ ஓகே கேஸ், நம்ம இன்னொரு வாரம் இன்னொரு ஒரு ப்ரீ ஹிஸ்டாரிக் மூவி வந்து அண்டர் திஸ் எரி. அட கன்றாவிய, எப்படி இந்த மனுஷன் எப்படி ஆயிட்டாரு பாரு. பாரத் சைனிங் ஆஃப். சப்ஸ்கிரைப். 3 மணி நேரம்